പത്രത്തിന്റെ വാർഷിക വരിസംഖ്യ ഏറ്റുവാങ്ങൽ ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത് ഉദ്ഘാടനം ചെയ്തു. This news is brought to you by RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. വായനയെയും വായനക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും പ്രഭാതപത്രം എത്തുന്നത് ഒരു പ്രത്യേകതയാണ്. ചീമേനി മന്നച്ചം വയലിൽ ഈ പതിവ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓരോ വർഷവും ഗ്രാമത്തിലെ 27 കുടുംബങ്ങൾ ഒന്നിച്ച് വരിക്കാരാവുന്നത് 3000 രൂപ ഒന്നിച്ചടച്ചാണ്. സാങ്കേതികത്വം മതിരില്ലാതെ പായുന്ന കാലത്തും പത്രാക്ഷരങ്ങളെ വായിച്ചറിയുന്നത് ഇവർക്ക് ഒരു ശീലമാണ്. ആ ശീലത്തിൻ്റെ പതിവുകളിൽ ഓരോ പ്രഭാതത്തിലും ഇവരുടെ വീടുകളിലെത്തുന്നത് ദേശാഭിമാനിയാണ്. പത്രത്തിൻ്റെ വാർഷിക വരിസംഖ്യ ഏറ്റുവാങ്ങൽ ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് മുന്നിൽ മാതൃകയാണ്. അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിൽ, നമ്മൾ ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ഈ കേരളത്തിൽ ഏതു മുക്കിലും മൂലയിലും പോയി ആത്മവിശ്വാസത്തോടെ ഒരു 100 അല്ലെങ്കിൽ 1000 ആളുകൾ ഇരിക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ധൈര്യമായി നമുക്ക് ചോദിക്കാൻ വേണ്ടി കഴിയും. എന്തായിരിക്കും ഉത്തരം? ഞങ്ങൾ ആരും പട്ടിണി കിടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ 2025 ഇതേ ചോദ്യം, ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന ചോദ്യം നിങ്ങൾ തമിഴ്നാട്ടിലോ ബീഹാറിലോ ഒറീസയിലോ അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ പെറ്റുകിടന്ന് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? 100 ആളുകളിൽ ഒരു 40 ആളുകളെങ്കിലും ഞങ്ങൾ പട്ടിണിയാണ് ദിവസങ്ങളായി എന്ന് പറയുന്ന ഒരു നാടാണ് ഈ രാജ്യം. ഈ അടുത്ത കാലത്താണ് ബോബി ചെമ്മണ്ണൂർ സ്വന്തം ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വടക്കേ ഇന്ത്യയിൽ നിന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് അല്ലേ. ആ പെൺകുട്ടിയോട് നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എത്ര വരെ പഠിച്ചു? എന്തായിരുന്നു ഉത്തരം? ഞാൻ സ്കൂളിൽ പോയിട്ടേ ഇല്ല. അത്ഭുതത്തോടെ വീണ്ടും ചോദിച്ചു, സ്കൂളിൽ പോയിട്ടില്ലേ? അവർ പറഞ്ഞു ഇല്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ആരും സ്കൂളിൽ പോയിട്ടില്ല. മാത്രമല്ല, പെൺകുട്ടി പറഞ്ഞു, എൻ്റെ കുടുംബത്തിലെന്നല്ല, എൻ്റെ ഗ്രാമത്തിലാരും സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല. എൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്ത പ്രദേശത്തെവിടെയും ഒരു സ്കൂൾ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഏതാ വർഷം? 2025. നിങ്ങൾ നോക്കി, ഈ കേരളത്തിൽ നിങ്ങൾ സ്കൂൾ പോയിട്ടുണ്ടോ എന്നൊരു 5 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എല്ലാവരും സ്കൂളിൽ പോകുന്നു. കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ലോകത്തിന് മുന്നിൽ മാതൃകയായി മാറുന്നു. വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി KDISC പോലുള്ള പദ്ധതികൾ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നു. സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങളിലേക്ക് കേരളം ഏതാണ്ട് അടുത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ വരിസംഖ്യ ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് KV രമേശൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VV ജനാർദ്ദനൻ, K സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി K സുരേഷ് സ്വാഗതം പറഞ്ഞു. വരിക്കാരുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ചടങ്ങിനകത്ത് പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും നാട്ടുകാരെയും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ Gold ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.